അനന്തപുരി ക്ഷേത്രം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് നായിക്കാപ്പിൽ തന്നെ എത്തി. അവിടെ ബസ് കാത്ത് നിൽക്കണം മേൽപ്പറമ്പിലേക്ക് പോകാൻ. അവിടെ നിന്നാണ് ചന്ദ്രഗിരി കോട്ട പോകാൻ. അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രതിമ കണ്ടു, ഏതോ ശിവജിയുടെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എനിക്ക് തോന്നി. അതിനിട്ട് ഞാൻ പിന്നെ മേൽപ്പറമ്പ് എന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിക്കണം. അവിടെ നിന്ന് ഒരു 30 രൂപ കൊടുത്തിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് ഈ പറഞ്ഞ ചന്ദ്രഗിരി കോട്ടയിലേക്ക് പോകണം. ചന്ദ്രഗിരി കോട്ട അവിടെ കുറച്ച് പേർക്ക് അറിയാം, അന്നേരം എല്ലാവർക്കും ചന്ദ്രഗിരി കോട്ട എന്ന് വെച്ചാൽ മനസ്സിലാകാനുള്ള പലർക്കും. അതാണ് എനിക്ക് മനസ്സിലാത്തത്. എത്ര വലിയ ഫേമസ് ആണെങ്കിലും അല്ലാത്ത രീതിയിലാണ്. അതായത് പുറത്തുള്ളവർക്കൊക്കെ അറിയാം, നാട്ടുകാർക്കൊക്കെ അത്ര വലിയ പിടുത്തമില്ലാത്ത പോലെയാണ് എനിക്ക് മനസ്സിലാവേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ചന്ദ്രഗിരി കോട്ടയ്ക്ക് പോയി. ആ പോകുന്ന വഴിയൊക്കെ വിജനമാണ്, എല്ലായിടത്തും ലാറ്ററൈറ്റ് സ്റ്റോൺസ് ആണ്. എന്നെ അവിടെ ഓട്ടോ ഇറക്കിയിട്ടിട്ട് പുള്ളി തിരിച്ചു പോയി. തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിലും ഓട്ടോ പിടിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതാണ് ചന്ദ്രഗിരി കോട്ട എന്ന് പറഞ്ഞ സ്ഥലം. ഈ ചന്ദ്രഗിരി കോട്ടയുടെ പ്രത്യേകിച്ച് ഇതിൻ്റെ അടുത്ത് തന്നെ ചന്ദ്രഗിരി പുഴയുണ്ട്. അത് തന്നെ പയസിനി പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഈ ചന്ദ്രഗിരി കോട്ട തുളുനാട് കോലത്തിരിനാടിൻ്റെ ബൗണ്ടറിയിലാണ്. അപ്പോൾ ഈ പുഴയാണ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ചന്ദ്രഗിരി പുഴയാണ് തുളുനാടിനെയും കോലത്തിനെയും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഇത് പണിത് ശിവപ്പ നായ്ക്കർ എന്ന് പറഞ്ഞ ആളാണ്. അപ്പം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു കീഴിൽ ഒരു ചീഫിനായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ഈ നായ്ക്കന്മാരൊക്കെ, കേരളി നായ്ക്കന്മാർ. അതിൽ വിജയനഗര സാമ്രാജ്യം തകർന്നു തുടങ്ങിയപ്പോൾ ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് കുറേ കോട്ട പണിതു. ആ കോട്ട പണിതിൽ ഒരു കോട്ടയാണ് ഇത്. ഇതിപ്പോൾ ഈ സീ ലെവലിൽ നിന്നൊരു 150 അടി ഉയരത്തിലാണ്. 7 ഏക്കറോളം വരും. പിന്നെ ഒരു 17-ാം നൂറ്റാണ്ടിലാണ് ഇത് പണിത്. സോ അന്ന് കുറേ സ്ട്രെച്ച് ഓഫ് ക്വാർട്ടേഴ്സ് ഈ ശിവപ്പ നായ്ക്കർ പണിതപ്പോൾ അതിൽ പണിത ഒരു സംഭവമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു റൂയിൻ സ്റ്റേറ്റിലാണ്. 2019 ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എത്രത്തോളം റൂയിൻ സ്റ്റേറ്റാണ്. ഇവിടെ നാട്ടുകാർക്കൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വരാൻ തന്നെ. പിന്നെ അതുമാത്രമല്ല, ഇവിടുത്തെ പോണ ബസ്സുകൾക്ക് പോലും അറിയില്ല ഇവിടെ ചന്ദ്രഗിരി കോട്ടയുണ്ടെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ വന്ന ബസ്സിൽ കണ്ടക്ടർ ചോദിച്ചപ്പോൾ അങ്ങനെ കോട്ടയുണ്ടെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കോട്ടയുണ്ട് എന്നും പറഞ്ഞിട്ട് പിന്നെ പുള്ളി പറഞ്ഞു അങ്ങനെ എവിടെ ഉണ്ടെന്ന് കേട്ടണം. ചന്ദ്രഗിരി എന്നെ അവിടെ എന്താ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി. അവിടെ മേലെപ്പറമ്പോ അങ്ങനെ അവിടെ നിന്ന് ഇറക്കിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് കൊണ്ട് ഇങ്ങോട്ട് ഒരു 30 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഓട്ടോ കിട്ടും. അപ്പോൾ ഇതൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളൊരു സ്ഥാപനമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ വേറെയും കോട്ടയുണ്ട്. ഹോസ്ദുർഗ് കോട്ടയുണ്ട്. പിന്നെ ഈ നമ്മുടെ അവിടെ കുംബ്ല കോട്ടയുണ്ട്. ഇത് രണ്ടും റൂയിൻ സ്റ്റേറ്റിലാണ് കേട്ടെ. ഹോസ്ദുർഗ് കോട്ട കംപ്ലീറ്റ് കാട് പിടിച്ചെടുക്കാന്ന് കേട്ടെ. ഇത് പിന്നെ റിനോവേഷൻ കഴിഞ്ഞാലും ചിലപ്പോൾ അത്ര കാട് പിടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. പിന്നെ കുംബ്ല കോട്ടയും ഏതാണ്ട് ഒന്നും ഇല്ലാത്ത ലെവലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ റൂയിൻ സ്റ്റേറ്റ് കിടക്കുകയാണ്. നമ്മുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് റിനോവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം എത്രത്തോളം റിനോവേറ്റ് ചെയ്യുന്നത് കണ്ടറിയാം. മൊത്തത്തിൽ വിജനമായ ഒരു കോട്ട. ഒരു മനുഷ്യനെ പോലും, ഒരു കിളിയെ പോലും ഞാൻ ആ പോണ വഴി കണ്ടില്ല, ഒരു ഉറുമ്പിനെ പോലും. അങ്ങനെ ഞാൻ കയറി ചെന്നപ്പോൾ അവിടെ ടോയ്ലറ്റ് കണ്ടു ലെഫ്റ്റിൽ. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് ആണെന്ന് എനിക്ക് തോന്നി. എൻ്റെ തോന്നൽ ശരിയായിരുന്നു. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് ആണ്. അപ്പോൾ അവിടെ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, അവിടുത്തെ വാച്ച്മാനാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി പുറത്തേക്ക് പോയി നോക്കാമെന്ന് വെച്ചാൽ അവിടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ അടിയിലേക്ക് ഇറങ്ങി പോകാൻ ഒരു ചെറിയൊരു പടവുകളൊക്കെ ഉണ്ട് അടിയിലത്തെ റോഡിലേക്ക്. പിന്നെ ദൂരെ കാണുന്ന ചന്ദ്രഗിരി പാലമാണ്, റെയിൽവേ പാലമാണ്. എന്നാൽ അതിന് നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാം. ഇവിടെ തികച്ചും സൗജന്യമാണ്. രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 വരെ എന്നാണ് പറയണത്. 9-9:30 ആവുമായിരിക്കും. പക്ഷേ 10 തൊട്ട് 5 വരെയാണ്. അത് പക്ഷേ കുറച്ച് നേരത്തെ തുറക്കുന്നൊക്കെ കേൾക്കണം. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ വളരെ വിജനമായ ഒരു സ്ഥലം. പിന്നെ ഇതിൽ ഇങ്ങനെ കുറേ സൈഡിൽ പീരങ്കി വയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാറവ് നടത്തുന്ന സ്ഥലങ്ങളൊക്കെയാണ് റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത്, പല സ്ഥലത്തായിട്ട് കാണുന്നത്. ഇതിന് കോട്ടയ്ക്ക് ചുറ്റും കിടങ്ങുണ്ട്. 3 സ്ഥലത്ത് കിടങ്ങുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അടിയിലൊരു ടണലും ഉണ്ട്. ഈ കിടങ്ങിലേക്ക് പോകാൻ ഒരു ടണലൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ നല്ലൊരു തെങ്ങ് കണ്ടു പോണ വഴിക്ക്. ചുറ്റും കിടങ്ങ് തന്നെയാണ്. കിടങ്ങ് മുഴുവനും ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. പക്ഷെ എന്തായാലും ഞാൻ പ്രതീക്ഷ അത്രയും കാട് പിടിച്ചിട്ടുള്ള എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതായത് ഇവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള സത്യം. 2019 റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ തറ പോലത്തത് എനിക്ക് തോന്നുന്ന രാജാവോ അല്ലെങ്കിൽ സൈന്യാധിപനോ വന്നിട്ട് പടയാളികളെ അഭിമുഖം ചെയ്യുന്ന ഏരിയ ആയിരിക്കും ഇതെല്ലാം. ഒരു സ്റ്റേജ് പോലെ ഇട്ടേക്കണത്. അപ്പോൾ ഇതിനൊക്കെ ഓരോ അർത്ഥങ്ങൾ അന്നുണ്ടാവാം. നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാണല്ലോ. ഇപ്പോൾ ഈ ചുമരിലൊക്കെ ഇങ്ങനെ പുതിയ മരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊക്കെ ചരിത്ര പ്രാധാന്യം നന്നായിട്ടുള്ള സ്ഥലങ്ങളാണ്. നമുക്കിപ്പോൾ അതിന് പറഞ്ഞു തരാനോ ഒന്നും ആരും ഇല്ലാത്ത കാരണം നമ്മൾ പലതും ഊഹിച്ചു മാത്രം മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കാൽപ്പാടുകൾ കൊണ്ട് രോമാഞ്ച കുഞ്ചിതമായി ഈ കോട്ട എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ വർഷങ്ങൾക്ക് ഒരു 300 വർഷം മുമ്പ് ഇവിടെ എത്രയോ പടയാളികൾ, എത്രയോ കുതിരകൾ ഈ വഴിക്ക് പോയിട്ടുണ്ടാവാം. പല സ്ഥലത്ത് നമുക്ക് റാമ്പ് കാണാൻ പറ്റും. അത് സ്റ്റെപ്പ് മാത്രമല്ല റാമ്പും. എനിക്ക് തോന്നുന്നു അന്ന് തന്നെ ഒരു റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. കുതിര കയറി പോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും.
അത് ഒരു പുതിയ കണ്ടുപിടുത്തമല്ല, പണ്ടേ ഉള്ളതായിരിക്കും ഇതൊക്കെ. എല്ലാം ലാറ്ററൈറ്റ് സ്റ്റോണാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലാറ്ററൈറ്റ് സ്റ്റോണിൻ്റെ കളിയാണ് എല്ലായിടത്തും. ലാറ്ററൈറ്റ് ഒരു നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പണ്ടത്തെ കാലം മുതൽ 300-400 വർഷം മുമ്പ് വരെ. പിന്നെ ഈ നടുക്കുള്ള സ്ഥലം മുഴുവനും കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ കോട്ട തന്നെ ഒരു 5 ഏക്കറിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ബാക്കി 2 ഏക്കറാണ് പുറത്തുള്ളത്. കൽപ്പടകളൊക്കെ എന്തായാലും പണ്ടത്തെ അതേ നിർമ്മിതി തന്നെ, പുതിയതായിട്ട് ഉണ്ടാക്കിയൊന്നും അല്ല. അങ്ങനെ പല സ്ഥലത്തും കുറച്ച് ഉയർന്ന സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ ഇരിക്കാൻ വേണ്ടി കസേരയൊക്കെ ഇട്ടിട്ടുണ്ട്. കോൺക്രീറ്റിൻ്റെ ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഹൈറ്റിൽ സ്ഥലങ്ങളൊക്കെ കാണാം. വിശാലമായ കാട് പിടിച്ച ഒരു ഏരിയ, കണ്ടിട്ട് കൊതിയായിട്ട് വരില്ല. നമ്മുടെ കയ്യിൽ പശുവാണെങ്കിൽ ഇപ്പോൾ ഈ പുല്ലൊക്കെ തിന്ന് തീർക്കാമായിരുന്നു. ഇത്ര നല്ല രീതിയിലാണ് ഇവിടെ ഇന്നോവേഷൻ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞു പോലും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വേണം നമ്മുടെ പുരാവസ്തുക്കളെ സംരക്ഷിക്കാൻ. എന്താണ് ഇനി കാശില്ലാത്തതിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല. കാശില്ലെങ്കിലും അത് ഇത് ഞാൻ തമാശ പറഞ്ഞല്ലോ, ഇത് നമുക്ക് പുറത്ത് ഏത് രാജ്യത്ത് പോയാലും അവരിങ്ങനെ ഈ ലെവലിൽ അപാനം ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇത് ഇവിടെയൊക്കെ ഈ മതിലയിലൊക്കെ നോക്കിയോ, മതിലയിലൊക്കെ മരം വളർന്നുകൊണ്ടിരിക്കുക. ഇനി ഈ മരത്തിന് ഒരു 200 വർഷം പഴക്കമാകുമ്പോഴും കോട്ട ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇനി ഹോസ്പിറ്റലിൽ പോകണോ? കാരണം അവിടെ കേട്ടറി വെച്ചിട്ടും ഫുള്ള് കാടാന്നാണ് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഇവിടെ കുറച്ചെങ്കിലും നടക്കാനുള്ള സ്ഥലമെങ്കിലും നീറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ നമുക്ക് ഏകദേശം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നടുക്ക് ചില മരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കാട് ഇഷ്ടംപോലെ ഉണ്ട്. നടപ്പാതയൊക്കെ വെടിപ്പാട്ട് തന്നെ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ കുറച്ചും കൂടെ ഒന്ന് പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞാൽ നീറ്റാവും, അത്രയൊക്കെ ഉള്ളൂ. ബാക്കി റിനോവേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് ചോദിക്കാന്ന് വേറൊന്നുമല്ല, ഇപ്പോൾ ഈ നടുക്ക് മുഴുവനും കാടാണ്. ചുറ്റുപാടുള്ള സ്ഥലങ്ങളിൽ റിനോവേഷൻ നടത്തിയെന്ന് പറഞ്ഞിട്ട് നടക്കാനുള്ള വഴിയൊക്കെ മര്യാദയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ തെറ്റുന്നില്ല. പക്ഷേ നടുക്കുള്ള സ്ഥലത്ത് എന്തുകൊണ്ടൊരു പൂക്കൃഷിയോ അല്ലെങ്കിൽ ഒരു പൈനാപ്പിൾ കൃഷിയോ ഇവിടെ വളർന്ന ഏതെങ്കിലും ഒരു നാണ്യ വില വെച്ചിട്ട് വിളകൾ നട്ട് വളർത്തിയിട്ട് അത് വിറ്റ് കാശാക്കാലോ. വരുമാനത്തിൽ എന്തൊക്കെ നമ്മുടെ ലാൻഡ് കിടക്കുമല്ലേ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ജൈവകൃഷിയാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അത് ജൈവം അല്ലാണ്ട് വളർത്തിയാൽ ഇവിടെ കുറേ സാധനം അത് വേണമെങ്കിൽ കശുമാവ് വയ്ക്കായിരുന്നു. അത് വിട്ടിട്ടായാലും കുറേ കാശുണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല നോക്കുമ്പോഴാണ്. ഇതൊരു വാച്ച് ടവർ ആകുന്നു. ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ കുറച്ചും കൂടി ദൂരെ കാഴ്ച കാണാൻ പറ്റും. സൈഡിലിരിക്കാനുള്ള കോൺക്രീറ്റിൻ്റെ ബെഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം ഞാൻ കാണുന്ന വെച്ചാൽ ഇവിടെ ആളുകൾ വരുന്നില്ല. എനിക്കൊന്ന് വൈകുന്നേരം ആയിരിക്കാം, ഈ നട്ടുച്ചേരനായിരിക്കാം. എനിവേ കുറച്ചുകൂടെ ആളൊക്കെ ഇവിടെ വന്നാൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കാം. വൈകുന്നേരങ്ങളിൽ കുറച്ചുകൂടെ രസമായിരിക്കാം മിക്കവാറും ഇവിടുന്ന്. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നല്ലൊരു കാഴ്ച കാണാൻ പറ്റും എന്നെനിക്ക് തോന്നിയാൽ ഞാൻ മുകളിലേക്ക് ഒന്ന് കയറുകയാണ്. ഇവിടെയും അതിദാരുണം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മെയിൻ്റനൻസ് കുറവാണ്. കുറേ ദൂരെ കടങ്ങിൻ്റെ അപ്പുറത്തുകൂടെ നമുക്ക് അവിടുത്തെ പുഴയും എല്ലാം കാണാം. ചന്ദ്രഗിരി പുഴ കാണാം. പുഴ ക്രോസ് ചെയ്ത് പോകുന്ന റെയിൽവേ പാലം കാണാം. ഇവിടെ ക്യാനൻ ബാൾസ് കുറേ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ ക്യാനൻ ബാൾസ്, അയണിൻ്റെയും സ്റ്റോണിൻ്റെയും ക്യാനൻ ബാൾസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പീരങ്കി ഉണ്ട കിട്ടിയിട്ടുണ്ട്. അതുപോലെ 7 ഏക്കർ പറമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിയിട്ട് ചുറ്റും മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ള ഒരു കൃഷി ഇറക്കാണ്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതൊരു പുരാവസ്തു ആർക്കിയോളജി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഏരിയ ആകുന്നു. പക്ഷേ വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. ഇതിലും ശോചനീയമായ അവസ്ഥയായിരിക്കും ഹോസ്ദുർഗ് അല്ലെങ്കിൽ കുംബ്ല കോട്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കാണുന്നത് ഒരു ബാസ്റ്റിയനാണ്. അതായത് നമ്മുടെ കോട്ടയിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ഔട്ട് ചെയ്തേക്കാണ്, ഒരു റൗണ്ട് പോലെ ഓരോ കോർണറായിട്ട് തിരിച്ചേക്കാണ്. അങ്ങനെ ഒരു 8 കോർണർ ഈ കോട്ടയ്ക്ക് ചുറ്റുമുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇവർക്ക് ഡിഫൻസ് പർപ്പസിന് വേണ്ടിയിട്ട് പീരങ്കി വെച്ചിട്ട് വെടിവെക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് അതെല്ലാം. അപ്പോൾ കോട്ടയ്ക്ക് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കോട്ട ശിവപ്പ നായ്ക്കളും അങ്ങനെ കുറേ ഈ കേരളീയ നായ്ക്കന്മാർ പെട്ടെന്ന് കോട്ട പടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൽ ചീഫ് ടൈംസ് ആയിരുന്നു ഇവരൊക്കെ. വിജയനഗര സാമ്രാജ്യം ക്ഷയിച്ചപ്പോൾ ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടാണല്ലോ ഈ കോട്ടയൊക്കെ പണിത്. അപ്പോൾ ഒറ്റ സ്വിച്ചിൽ തന്നെ ഇവർ കോട്ട കുറേ പണിതു. അപ്പോൾ അങ്ങനെ ഒറ്റ സ്വിച്ച് പണിത് കോട്ടകളിലൊന്നാണ് ഈ ചന്ദ്രഗിരി കോട്ടയം. ചന്ദ്രഗിരി കോട്ട മാത്രമല്ല, പവൽക്കോട്ടയാണ് ഏറ്റവും ആദ്യം പണിത കോട്ട. അതാണ് ഏറ്റവും പഴയ കോട്ട. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവരെ പോലെ തന്നെ ഇവർക്കും കുറച്ച് നാടുവാഴികളും പറഞ്ഞ് കുറച്ച് ആൾക്കാരെ വയ്ക്കും, ചെറിയ ചെറിയ പ്രദേശങ്ങൾ കൊടുത്തിട്ട്. അപ്പോൾ അവരൊക്കെ ഇതേപോലെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാണ്ടിരിക്കാൻ, അതുപോലെ അത് മാത്രമല്ല ടാക്സ് പിടിക്കാനും വേണ്ടിയിട്ടാണ്, ഓരോ പ്രദേശത്ത് ടാക്സൊക്കെ കാര്യക്ഷമമായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കോട്ടകൾ പെട്ടെന്ന് നിർമ്മിച്ചത്. അപ്പോൾ അവിടെ ഈ ടാക്സ് പിരിക്കാനും അവിടെ ഉള്ളവരെ നിയന്ത്രിക്കാനായിട്ട് ഇവിടെ ആൾക്കാരെ അവർക്ക് സ്റ്റേഷൻ ചെയ്യാൻ പറ്റും, സൈനികരെ സ്റ്റേഷൻ ചെയ്യാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയാണ് കോട്ട നിർമ്മിച്ചത്. 400 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോഴും ഈ ലാറ്ററൈറ്റ് സ്റ്റോൺ മതിലായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നടക്കുന്ന നടപ്പാതെ ഇപ്പോഴും അത് തന്നെയാണ്, കാര്യമായ ഒരു വ്യത്യാസമില്ല. അപ്പോൾ അതിൻ്റെ കാരണം വെച്ചാൽ അവിടുത്തെ അന്നത്തെ വർക്ക്മാൻഷിപ്പ്
പേടിച്ചിട്ടാണെങ്കിലും കാശ് കൊടുത്താണെങ്കിലും പണിക്കാറ് എന്നും പറഞ്ഞാണ് അന്ന് പണിയിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ 400 വർഷം കഴിഞ്ഞിട്ടും കോട്ട റിനോവേഷൻ സ്റ്റേജിലാണെങ്കിൽ പോലും ഇപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പണിയും ഉപയോഗിച്ച മെറ്റീരിയൽസും വളരെ നല്ലതായിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇത്. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഭിത്തിയുടെ മുകളിലൊക്കെ ചെരിച്ചാണ് ഇട്ടേക്കുന്നത്. അതായത് മഴവെള്ളം പെയ്ത് കഴിഞ്ഞാൽ ആ ഭിത്തിയുടെ ഉള്ളിലേക്ക് നേരെ ഇറങ്ങാണ്ട് അപ്പം തന്നെ ഒഴുകി ഉള്ളിലേക്ക് പോയിക്കോളും. അങ്ങനെ ആ ഒരു ബുദ്ധി അവർ അന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈ ബൗണ്ടറി വാൾസൊക്കെ ചുമ്മാ നേരെയാണ് പണിയാറ്. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു ഐഡിയ തന്നെയാണ്. ഇത്രയും ഹൈറ്റിൽ നിന്ന് ഈ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ കോട്ട പണിതിൻ്റെ ഫസ്റ്റ് ഉദ്ദേശം തന്നെ. അപ്പോൾ ഡിഫൻസ് പർപ്പസിന് നേരത്തെ തന്നെ ശത്രുക്കൾ വരുന്ന കാണാൻ പറ്റും. ഇത്രയും ഹൈറ്റ് വേണമല്ലോ. ഒരു വാച്ച് ടവർ എന്നുള്ള വലിയൊരു വാച്ച് ടവർ എന്ന് വേണമെങ്കിൽ പറയാം ഈ കോട്ട. കോട്ടയ്ക്കുള്ളിലും കുറച്ച് ഹൈറ്റ് കൂട്ടി വേറെ വാച്ച് ടവേഴ്സ് ഉണ്ട്. അങ്ങനെ ആണ് കോട്ടയുടെ നിർമ്മാണം തന്നെ. സോ അന്നത്തെ ആളുകൾ വളരെ കഷ്ടപ്പെട്ട് അവരുടെ ശക്തിയും സ്വാധീനവും നിലനിർത്താൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഓരോ ബിൽഡിങ്സാണ് ഈ ഓരോ കോട്ടകൾ. ലാറ്ററൽ സ്റ്റോണിൻ്റെ ഒരു മഹത്വം നമുക്കിതിൽ കാണാൻ പറ്റും. എത്ര കൊല്ലം കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞാലും അവൻ അതേപോലെ തന്നെ ഇരിക്കുന്നുള്ളത് ഒരു പച്ച സത്യം അല്ലെങ്കിൽ ഒരു മഞ്ഞ സത്യമാകുന്നു. ഇത്ര ഹൈറ്റിൽ നമുക്കിത് കാണാൻ പറ്റുന്നുള്ളൂ. 150 അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 150 കുറച്ച് വേരിയേഷൻ ഉണ്ടാവും, പക്ഷേ ഒരു ആവറേജ് ലെവൽ 150 അടിയാണ് ഈ സീ ലെവലിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ലെവൽ കേട്ടോ. അപ്പോൾ 150 അടി. അപ്പം ഇവിടുന്ന് വൈകുന്നേരങ്ങളിൽ നല്ല രസമായിരിക്കും ഇവിടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഉച്ചയായിട്ട് പോലും എനിക്ക് അത്ര ചൂട് ഫീൽ ചെയ്തില്ല കേട്ടോ. അത് വേറെ കാര്യം. ഇവിടെ വന്നിട്ട് ചന്ദ്രഗിരി കോട്ട എന്ന് ഞാൻ പോവുകയാണ്. വീണ്ടും സന്ധിക്കും വരെ വണക്കം. കണിക്കൊന്നകൾ പൂത്ത് നിൽക്കുന്നത് കാണാം. വിഷുവിന് മുമ്പ് തന്നെ പൂത്തു എന്നുള്ളതാണ് ഒരു കാര്യം. കൊന്നപ്പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.